നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണയിൽ ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിച്ചു. പെസഹ ആചരണത്തിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ ദിവ്യബലിയും അനുബന്ധ ചടങ്ങുകളും നടന്നു. അന്ത്യ അത്താഴത്തിന് മുൻപായി ക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകി ചുംബിച്ചതിന്റെ ഓർമ്മയിൽ ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷയും ആരാധനയും നടന്നു. ചടങ്ങുകൾ അർദ്ധരാത്രി വരെ നീളും. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വിശുദ്ധ വാരാചരണം പെസഹ വ്യാഴത്തോടെ തീവ്രമാകും. ക്രിസ്തുദേവൻ തന്റെ കുരിശുമരണത്തിനു മുമ്പ് 12 ശിഷ്യന്മാർക്കുമൊപ്പം അന്ത്യ അത്താഴം കഴിച്ചതിന്റെ ഓർമ്മയിലാണ് പെസഹ ആചരിക്കുന്നത്. അന്ത്യ അത്താഴവേളയിൽ അപ്പവും വീഞ്ഞും പകുത്തു നൽകി യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം കൂടിയാണ് പെസഹ. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ യേശുവിന്റെ കഷ്ടാനുഭവവും മരണവും ഉയിർത്തെഴുന്നേൽപ്പും വിശ്വാസികൾ പ്രാർത്ഥനാപൂർവ്വം സ്മരിക്കും. സഭാ തർക്കം. ചാലിശ്ശേരിയിൽ ഹൈക്കോടതി വിധി ലംഘിച്ച് ഓർത്തഡോക്സ് വിഭാഗം പള്ളി പൂട്ടിയിട്ടെന്ന പരാതി. സെമിത്തേരിയിൽ പ്രവേശിക്കാൻ കഴിയാതെ യാക്കോബായ വിശ്വാസികൾ മാതൃദേവാലയത്തിനു മുന്നിൽ പ്രാർത്ഥനായജ്ഞം നടത്തി. പീഡാനുഭവ വാരത്തോടനുബന്ധിച്ച് 4 ദിവസം സെമിത്തേരിയിൽ പ്രവേശിക്കാൻ ബുധനാഴ്ച ഹൈക്കോടതി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ അനുമതി നൽകിയിരുന്നു. പെസഹ വ്യാഴം കുർബാന കഴിഞ്ഞ് യാക്കോബായ വിശ്വാസികൾ 9:30 മാതൃദേവാലയത്തിൽ എത്തുന്നതിന് മുന്നേ ഓർത്തഡോക്സ് വിഭാഗം പള്ളി മുൻവശം പൂട്ടി പോകുകയായിരുന്നെന്ന് പറയുന്നു. നമ്മുടെ ഈ ഇടവകയിൽ നിന്ന് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെ പുറത്താക്കി ന്യൂനപക്ഷം വരുന്ന ആളുകളും നമ്മുടെ വികാരിയായിരുന്ന നമ്മിൽ നിന്ന് കൂറുമാറിപ്പോയ പട്ടക്കാരും ചേർന്നാണ് ഈ നീചമായ പ്രവൃത്തികൾ ഇവിടെ ചെയ്യുവാനായിട്ട് മുൻകൈയെടുക്കുന്നത് എന്നുള്ളതാണ്. അവർ ഈ ദേവാലയത്തിൻ്റെ ഗേറ്റ് പൂട്ടി, സെമിത്തേരിയുടെ ഗേറ്റ് പൂട്ടി അവരവരുടെ വഴിക്ക് പോയിരിക്കുകയാണ്. യാക്കോബായ വിശ്വാസികൾ പള്ളിക്ക് മുന്നിൽ ധൂപപ്രാർത്ഥന നടത്തി. തുടർന്ന് മാതൃദേവാലയത്തിന് മുന്നിൽ വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ, ട്രസ്റ്റി സിയു ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനായജ്ഞം ആരംഭിച്ചു. കഴിഞ്ഞ വർഷം പെസഹ, ദുഃഖവെള്ളി, ഈസ്റ്റർ ദിവസങ്ങളിൽ ഒറ്റപ്പാലം സബ് കളക്ടർ സെമിത്തേരിയിൽ പ്രവേശിക്കാൻ ഉത്തരവ് നൽകിയിരുന്നുവെങ്കിലും ഓർത്തഡോക്സ് വിഭാഗം പള്ളി പൂട്ടിപ്പോയിരുന്നു. സ്ഥലത്ത് ചാലിശ്ശേരി പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പഴഞ്ഞി പെട്രോൾ പമ്പിന് മുന്നിൽ ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ 2 യുവാക്കൾക്ക് പരിക്കേറ്റു. ചിറക്കൽ സ്വദേശികളായ ശ്രീനാഥ്, അഖിൽ എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ബുധനാഴ്ച വൈകിട്ട് 6:15ഓടെയായിരുന്നു അപകടം. പഴഞ്ഞി ഭാഗത്തു നിന്നും ചിറക്കലിലേക്ക് പോകുകയായിരുന്ന യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിന് മുന്നിലേക്ക് പെട്ടെന്ന് മറ്റൊരു വാഹനം വന്നതാണ് അപകടത്തിന് കാരണമായത്. ഈ വാഹനത്തിൽ ഇടിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്ക് റോഡിലേക്ക് മറിയുകയായിരുന്നു. പരിക്കേറ്റ ഇരുവർക്കും തലയ്ക്കും കൈകൾക്കും പരിക്കുണ്ട്. ഉടൻ തന്നെ കുന്നംകുളം അഷ്റഫ് കൂട്ടായ്മ ആംബുലൻസ് പ്രവർത്തകർ സ്ഥലത്തെത്തി പരിക്കേറ്റവരെ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ബൈക്കിന് കാര്യമായ കേടുപാടുകൾ സംഭവിക്കുകയും മേഖലയിൽ അല്പനേരം ഗതാഗത തടസ്സം നേരിടുകയും ചെയ്തു. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം നിയമസഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി KR രജിൽ എരുമപ്പെട്ടി പഞ്ചായത്തിൽ പര്യടനം നടത്തി. കാഞ്ഞിരക്കോട് നിന്നും ആരംഭിച്ച പര്യടനം BDJS സംസ്ഥാന സെക്രട്ടറി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിൽ നടന്ന സമാപന സമ്മേളനം BDJS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ചാലക്കുടി ഉദ്ഘാടനം ചെയ്തു. NDA നിയോജക മണ്ഡലം കൺവീനർ KS രാജേഷ് അധ്യക്ഷനായി. BJP എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ, BDJS നിയോജക മണ്ഡലം പ്രസിഡന്റ് സുനിൽ എരുമപ്പെട്ടി, സുഭാഷ് ചന്ദ്രൻ, അഭിലാഷ് കടങ്ങോട്, മനീഷ് മങ്ങാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ പെസഹ വ്യാഴം ഭക്തിസാന്ദ്രമായി ആചരിച്ചു. രാവിലെ 7 മണിക്ക് ആരംഭിച്ച തിരുകർമ്മങ്ങളിൽ ആഘോഷമായ ദിവ്യബലിക്ക് ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ താഴത്ത് വചന സന്ദേശം നൽകി. ഫാദർ മാത്യു തുണ്ടത്തിൽ MCBS, ഫാദർ അഗസ്റ്റിൻ കുളപ്പുറം TOR എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് യേശു തന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയ മാതൃക അനുസ്മരിച്ചുകൊണ്ട് കാൽകഴുകൽ ശുശ്രൂഷ നടന്നു. ദിവ്യബലിക്ക് ശേഷം ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടന്നു. തുടർന്ന് ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് തുടക്കമായി. വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ ദിവ്യകാരുണ്യ പൊതു ആരാധന ഉണ്ടായിരിക്കും. തുടർന്ന് വീടുകളിൽ പെസഹ അപ്പം മുറിക്കൽ ശുശ്രൂഷയും നടത്തും. പാലയൂർ ഇടവക കുട്ടി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പെസഹ ദിനത്തിന്റെ ദൃശ്യാവിഷ്കാരവും നടത്തും. ഇടവക ട്രസ്റ്റിമാരായ ഫ്രാൻസിസ് ചൊവ്വല്ലൂർ, സേവ്യർ വാക്കയിൽ, ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത്, PA ഹൈസൻ, സെക്രട്ടറി ജോയ് ചിറമൽ, വിശുദ്ധവാര കമ്മിറ്റി അംഗങ്ങളായ തോമസ് വാക്കയിൽ, MA ബിജു, ഷോബി ഫ്രാൻസിസ്, CJ ജോയ്സി തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നടന്ന പെസഹ തിരുനാൾ
വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെയും പുതിയ ഉടമ്പടിയുടെ പൗരോഹിത്യം സ്ഥാപിച്ചതിൻ്റെയും കരുണാർദ്ദ സ്നേഹത്തിൻ്റെയും മാതൃകയായി ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതിൻ്റെയും ഓർമ്മ പുതുക്കി കാൽ കഴുകൽ ശുശ്രൂഷ നടത്തി. തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഷി ആളൂർ, സഹവികാരി ഫാദർ സാന്റിയോ എലുവത്തിങ്കൽ എന്നിവർ കാർമ്മികരായി. പള്ളിയിലെ വിവിധ സംഘടനകളിൽ നിന്നുള്ള 12 പേരുടെ കാലുകൾ കഴുകിക്കൊണ്ട് വികാരി ഫാദർ ജോഷി ആളൂർ ഈശോയുടെ മാതൃക ആവർത്തിച്ചു. ഒരു ദിവസം മുഴുവൻ ദിവ്യകാരുണ്യ ആരാധനയും വൈകുന്നേരം പൊതു ആരാധനയും അപ്പമുറിക്കൽ ശുശ്രൂഷയും ഉണ്ടായിരിക്കും. കൈക്കാരന്മാരായ കെ.എ. രാജു, എം.കെ. ജോഷി, ജോയ് ആന്റണി, കെ.എ. ബേബി, പ്രതിനിധി യോഗം സെക്രട്ടറി എം.ഡി. ജോജി, ബ്രദർ തോമസ് പാലാപ്പുളിക്കൽ എന്നിവർ നേതൃത്വം നൽകി. കിഴക്കാളൂർ വിശുദ്ധ മറിയം ത്രേസ്യ ദേവാലയത്തിൽ നടന്ന പെസഹ വ്യാഴാഴ്ച തിരുകർമ്മങ്ങൾക്ക് ഫാദർ ജെയ്സൺ ചിറ്റ്ലപ്പള്ളി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുർബാന മധ്യേ നടന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിൽ വിശ്വാസികൾ അണിചേർന്നു. ശിഷ്യരുടെ കാൽ കഴുകൽ കർമ്മവും തുടർന്ന് പെസഹ ഊട്ട് നടന്നു. പെസഹ ദിന പൊതു ആരാധന വിവിധ സംഘടനകളുടെയും കുടുംബ യൂണിറ്റുകളുടെയും നേതൃത്വത്തിൽ നടന്നുവരുന്നു. പെസഹ ദിനത്തോടനുബന്ധിച്ച് കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് പള്ളിയിൽ കാൽ കഴുകൽ ശുശ്രൂഷ നടന്നു. രാവിലെ 6:30 വിശുദ്ധ കുർബാനയും ഉണ്ടായി. ചരമം. ഇന്ത്യൻ ക്രിസ്ത്യൻ ചർച്ച് സഭാ ശുശ്രൂഷകൻ കുന്നംകുളം തട്ടിൽ വീട്ടിൽ പാസ്റ്റർ ടി.പി. ജോസ് നിര്യാതനായി. 63 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം വി. നാഗൽ ബറിയൽ സെമിത്തേരിയിൽ നടത്തി. തങ്കമ്മ ഭാര്യയാണ്. ഇതോടെ സ്പോർട്ട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.